തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഇന്ദുലേഖ രേണുവാണ് ചേരുന്നത്. ഇന്ദുലേഖ, ഹാപ്പി വിഷു. വിഷുദിനാശംസകൾ നേരുന്നു. എന്താണ്, തിരക്കുണ്ടോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു നോക്ക് കാണാനായി ഓടിയെത്തുന്ന മനുഷ്യരാണ് തിരുവനന്തപുരത്തുള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെ എത്തുന്ന നിരവധി പേരിലെ ചുറ്റും. മോത്തി, ആദ്യം തന്നെ മോത്തിക്ക് ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നു. മോത്തിക്ക് മാത്രമല്ല, മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും മനസ്സ് നിറഞ്ഞ് പുതിയൊരു വർഷം തുടങ്ങുകയാണ്. സമൃദ്ധിയുടെ ഒരു വർഷം തുടങ്ങുകയാണ്. ഈ ദിവസം മുഴുവൻ സമൃദ്ധിയുടേതാവട്ടെ, ഈ വർഷം മുഴുവൻ സമൃദ്ധിയുടേതാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എനിക്ക് പിന്നിലുള്ള തിരക്ക് കണ്ടാൽ തന്നെ അറിയാം, പത്മനാഭനെ ഒന്ന് കണ്ട് ഒന്ന് തൊഴുതു വണങ്ങി പ്രാർത്ഥിച്ചു പോയില്ലെങ്കിൽ ഈ വർഷം എങ്ങനെ തുടങ്ങുമെന്ന് കരുതുന്ന മലയാളികളാണ് എനിക്ക് ചുറ്റും, അല്ലെങ്കിൽ എനിക്ക് പിന്നിൽ ഈ കാണുന്നതെന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാം, ഓണമായാലും വിഷു ആയാലും പത്മനാഭന്റെ മുന്നിലെത്തി ഒന്ന് വണങ്ങിപ്പോയില്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്തുകാർക്ക്, ഇവിടെ തിരുവനന്തപുരത്തുകാർ മാത്രമല്ല കേട്ടോ, ഈ സംസ്ഥാനത്തുനിന്ന് മാത്രമല്ല പുറത്തു നിന്നുള്ളവരടക്കം അനേകം ജനങ്ങളാണ് രാവിലെ മുതൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. വീട്ടിൽ കണി കണ്ട്, കണ്ണനെ കണി കണ്ട് ഉണർന്ന് പിന്നെ വന്ന് പത്മനാഭനെ ഒന്ന് മുഖം കാണിക്കാനാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. നിറയെ ആളുകളാണ്. എനിക്ക് ഉള്ളിലേക്ക് കയറിപ്പോയി ഓരോ ആളുകളുടെയും അടുത്തേക്ക് എത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രമാണ്, ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കടത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. നിരവധി ആളുകളാണ് രാവിലെ മുതൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അമ്മമാരും ചേച്ചിമാരും കൊച്ചുകുട്ടികളും ഒക്കെ അടക്കം നിറയെ പേർ രാവിലെ മുതൽ പുലർച്ചെ 3 മണി മുതൽ ക്ഷേത്ര ദർശനമുണ്ട്. ആ സമയം തൊട്ട് നിറയെ ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയാം. നമുക്ക് ഈ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇന്നലെ ഒരു ദിവസം ഒരുങ്ങിയിരുന്നത് മുഴുവൻ കണിയൊരുക്കി ഈ ഒരു പുലർകാലത്തിൽ കണ്ണനെ കണി കണ്ട് ഉണരുവാൻ വേണ്ടിയാണ്. അവരെല്ലാവരും വീട്ടിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി പിന്നീട് ഇതാ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ആളുകളുടെയൊക്കെ വിശേഷം ചോദിക്കാം. ചേട്ടാ, നിങ്ങൾക്ക് മലയാളിയാ? മലയാളിയാണല്ലേ? വിഷുവായിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുകയാണോ? എങ്ങനെ, കണിയൊക്കെ കണ്ടോ? രാവിലെ സദ്യയൊക്കെ ഉണ്ടോ? കണ്ടു, പൈസ വാങ്ങിച്ചു, കൈനീട്ടം വാങ്ങിച്ചു, എല്ലാം കിട്ടിയല്ലേ? പത്മനാഭനെ കയറി കണ്ടോ? കണ്ടല്ലേ? അപ്പൊ എങ്ങനെ പുതിയൊരു ദിവസം തുടങ്ങുകയാണ്, പ്രാർത്ഥനയോടുകൂടി തുടങ്ങാന്ന് വരുമല്ലേ? ഭഗവാന്റെ ആശംസകൾ. അത് തന്നെ, ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി എത്തിയവരാണ് ഇവരെല്ലാവരും. പത്മനാഭന്റെ അനുഗ്രഹം നേടി ഇതാ രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങുകയാണ് ആ ചേട്ടനൊക്കെ. മോളെ നിന്നേ. ഓ, പേടിച്ചു പോയി കേട്ടോ കുട്ടി. അപ്പൊ ദാ നിറയെ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, എവിടെ നിന്നാ വരുന്നേ? കോഴിക്കോട് നിന്നല്ലേ? ആദ്യമായിട്ടാണോ ഇവിടേക്ക്? ഫാമിലി ആയിട്ട് എത്തുക. അപ്പൊ വിഷു ആയിട്ട് എല്ലാവരും സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. മോളെ, വിഷു ഒക്കെ എന്തായി? അടിപൊളിയായിട്ട് നടക്കുന്നത്. നടക്കുന്നില്ലേ? ഇപ്പൊ എന്ത് പറ്റി വിഷു ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കാവുന്ന? ഇവിടെ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് വിഷുവിന് ഇവിടെ വരാന്ന്. അപ്പൊ ഇന്ന് തിരുവനന്തപുരത്താണോ വിഷു? ആണല്ലേ? അപ്പൊ ഹാപ്പി വിഷു. ഒന്ന് ഹാപ്പി വിഷു എല്ലാവരും. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അപ്പോൾ ഇതാ കോഴിക്കോട് നിന്ന് എത്തിയ ഒരു കുടുംബമാണത്. അത്ര ദൂരം നിന്ന് വരെ ഇന്ന് ഈ രാവിലെ പത്മനാഭനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് ഒരുപാട് പേര്. നമുക്കറിയാം, വിഷുദിനമൊക്കെ ആകുമ്പോൾ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇറങ്ങാനായിട്ട് ഒരു പറ്റം കുട്ടിക്കൂട്ടങ്ങൾ, യുവതലമുറ ഇങ്ങനെ ഒരുങ്ങി റെഡിയായി സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആയിട്ട് ഈ പരിസരത്തു കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. രാവിലെ വന്നപ്പോൾ നിറയെ അങ്ങനെ കുറേ പേരെ കണ്ടു കേട്ടോ. ചേച്ചി, എവിടെ നിന്ന് വരിക? മെഡിക്കൽ കോളേജ്. അപ്പോൾ അതാ ഇവിടെ ചുറ്റുവട്ടത്തു നിന്നുള്ളവരടക്കം എത്തുന്നുണ്ട്. അങ്ങനെ എന്തായാലും തിരുവനന്തപുരത്തും ഓണം ഇങ്ങനെ വിഷു ഇങ്ങനെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം കുറച്ചു നേരം കൂടി, ഒരു ഉച്ച സമയം വരെ എന്തായാലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മേടച്ചൂടിയുടെ കാര്യം പറയേണ്ട. വിഷു ആഘോഷമൊക്കെ എങ്ങനെയാണ്? വീട്ടിലൊക്കെ സാധാരണ വിഷു ആഘോഷിക്കാർ എങ്ങനെയാണ്? ഒരുപാട് നല്ല ഓർമ്മകൾ വിഷുവിനെ കുറിച്ച് പറയുമ്പോഴുണ്ട് മോത്തി. കാരണം നമുക്കറിയാം, തറവാട്, സദ്യവട്ടം, കണിയൊരുക്കി മുത്തശ്ശി നമ്മളെ കാത്ത് തറവാട്ടിലിരിക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ഒരാഘോഷമായിട്ടാണ്. കാരണം കുട്ടിക്കൂട്ടങ്ങൾ, കസിൻസ് മുഴുവൻ ഉണ്ടാകും. അങ്ങനെ എല്ലാവരെയും കൂട്ടി എല്ലാവരോടും ഒപ്പം ആഘോഷിച്ച വിഷു സത്യം പറഞ്ഞാൽ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ സങ്കടമൊന്നുമില്ല. കാരണം നമ്മൾ പ്രേക്ഷകരോടൊപ്പമാണ്, മാതൃഭൂമിയോടൊപ്പമാണ് ഈ വിഷു ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പം രാവിലെ അച്ഛൻ്റെ കയ്യിൽ നിന്നുള്ള കൈനീട്ടമൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗൂഗിൾ പേ വഴി അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എത്തുന്നതുകൊണ്ട് ആ ഒരു സങ്കടവും ഇട്ടിട്ടുണ്ടാവും. അക്കൂട്ടത്തിലാണ് ഹിന്ദു എന്ന് മനസ്സിലായി. ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു. അച്ഛന് ഗൂഗിൾ പേ വഴി
വിഷു കൈനീട്ടം ചോദിക്കുന്ന മകൾ എന്താല്ലേ ഇനിയുമുണ്ട് നമുക്ക് പ്രതിനിധികൾ. ഒരാളുള്ളത് ആരാണ്? ലിഷോയ്. MS ലിഷോയ് ചേരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നാണ്. ലിഷോയ്, വിഷു ആശംസകൾ നേരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണനെ കണ്ട് വിഷുദിനം തൊഴുത് ആ വർഷം തന്നെ ഗംഭീരമാക്കാൻ നിരവധി പേരെത്തുന്നത് പതിവാണ്. എന്താണ് ഇന്ന് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? മോത്തി, ഒരു വിഷു ആശംസകൾ മോത്തിക്ക് മാത്രമല്ല, നമ്മുടെ മാതൃഭൂമിയിലെ അവിടെ ഒരുപാട് ആളുകൾ ഇന്ന്, ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ഇന്ന് PCR-ലും അതുപോലെ തന്നെ ഡെസ്കിലും ഒക്കെ തന്നെ ഇന്നുണ്ട്. അവർക്കെല്ലാവർക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കുമായി ഗുരുവായൂരിൽ നിന്ന് ഒരു വിഷു ആശംസകൾ നേരുകയാണ്. നേരത്തെ ചോദിച്ച പോലെ തന്നെ, അതായത് ഇന്ന് ഈ വിഷു ദിനത്തിൽ കണ്ണനെ കാണാനായി ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. എല്ലാ വർഷവും എത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ ചില വർഷങ്ങളിൽ മാത്രമായി എത്തുന്നവരുണ്ട്, ഈ വർഷം മാത്രം ആദ്യമായി എത്തുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ എത്തുന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ നട തുറന്ന്, അതായത് പുലർച്ചെ 2:55 തന്നെ വിഷു കണി ദർശനം ആരംഭിക്കുകയാണ് ചെയ്തത്. വിഷു കണി ദർശനം 3:55 വരെയാണ് വിഷു കണി ദർശനം ഇവിടെ ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. ആദ്യം ഉണ്ണിക്കണ്ണനെ കണി കാണിച്ച ശേഷം മേൽശാന്തി എല്ലാവർക്കുമായി വിഷുക്കണി ഒരുക്കുകയാണ് ചെയ്യുക. അങ്ങനെ വിഷുക്കണി ഒരുക്കിയ ശേഷം ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്ത് ശീവേലിയൊക്കെ തന്നെ പൂർത്തിയാക്കി ഗുരുവായൂരപ്പനെ എഴുന്നള്ളിക്കുകയാണ്. സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങാണ് നിലവിൽ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ ഒരു ദിവസം കണ്ണനെ കണി കാണുക, അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെത്തി ഈ ദർശനം നേടുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പലരെയും സംബന്ധിച്ചിടത്തോളം. കാരണം അത് വലിയൊരു ഭാഗ്യമായി തന്നെയാണ് അവരൊക്കെ തന്നെ കരുതുന്നത്. മാത്രമല്ല, ഇന്നിവിടെ ഒരുപാട് വിവാഹങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വിഷു ദിനത്തിൽ വിവാഹം നടത്തുക എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിൽ ഒരു കൂട്ടർ വിവാഹം കഴിഞ്ഞ് ഇറങ്ങിയതാണല്ലേ, കുറച്ച് മുമ്പ് കഴിഞ്ഞത്. അപ്പോൾ വിഷു ദിനത്തിൽ കണ്ണൻ്റെ മുമ്പിൽ താലി കെട്ടാനായിട്ടുള്ളൊരു അവസരം ലഭിച്ചിരിക്കണം. എങ്ങനെയാണ് ഈ ഒരു അവസരത്തെ കാണുന്നത്? വളരെ സന്തോഷമുണ്ട്. ഇനി നല്ലൊരു സന്തോഷം മനസ്സിലെ. എന്താ രണ്ടാളും പേരെന്താ? എൻ്റെ പേര് അരുൺ. എവിടെയാ സ്ഥലം? എവിടെയാ? മുള്ളൂര്. അപ്പം ഇന്നിപ്പോൾ ഇവിടെ എത്താൻ കഴിഞ്ഞത് എത്രത്തോളം ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സന്തോഷം. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും ഒരു നല്ല വിവാഹ ജീവിതം ആശംസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഹാപ്പി വിഷു ആശംസിക്കുകയാണ് മാതൃഭൂമിയുടെ പേരിൽ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട്. മാത്രമല്ല ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ ഈ ദർശനത്തിനായി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ദർശനത്തിനായി എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ എത്തിയ സമയത്ത് ഈ ഒരു ഭാഗത്തല്ല ശരിക്കും ക്യൂ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ക്യൂ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ച് വിട്ടിരിക്കുകയാണ്. അതായത് സാധാരണ ക്യൂ കോംപ്ലക്സിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്കാണ് അവിടെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറൊരിടത്തു കൂടിയാണ് ഇപ്പോൾ ഈ ദർശനത്തിനായുള്ള ക്യൂ. നല്ലൊരു ദൃശ്യം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശബരിമലയിലേക്ക് ഒരിക്കൽ കൂടി പോവാം. ഒരു കുഞ്ഞിക്കണ്ണൻ ശബരിമലയിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നുവെന്ന് തോന്നുന്നു. രാഹുലുണ്ട്. രാഹുൽ, ഒരു കുഞ്ഞിക്കുറുമ്പന്റെ ദൃശ്യം അത് രാവിലെ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ നൽകുന്നത് തന്നെയാണ്. എന്താണ് കുറുമ്പന്റെ പരിപാടി അവിടെ? അത് തന്നെയാണ്. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ. ആദ്യമായി സന്നിധാനത്തെത്തിയ ആ കുഞ്ഞിൻ്റെയൊക്കെ കൗതുകം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ എന്തായാലും പ്രേക്ഷകർ ഈ കുഞ്ഞു കൃഷ്ണനെ പറ്റിയാണ് ചോദിക്കുന്നത്. ആദ്യമായിട്ടാണോ വരുന്നത് ഇവിടെ? അതെ അതെ. എന്താ അവന്റെ പേര്? യുഗൈ കൃഷ്ണ. യുഗൈ കൃഷ്ണ. അപ്പൊ വിഷുവിന് എത്തിയിരിക്കുകയാണ്. ഒരു കൃഷ്ണനുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എവിടുന്നാ വരുന്നത്? ഒറ്റപ്പാലം. എപ്പോ എത്തി? ഇതപ്പോ 6 മണിയായി. എനിക്ക് തോന്നുന്നു ക്യാമറ കാണിച്ചപ്പം എനിക്ക് ക്യാമറാമാനോട് ഇഷ്ടം തോന്നിയിരുന്നു അല്ലേ? ജയേന്ദ്രൻ പുല്ലമ്പാറയുടെ പുറകെ ഓടുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. നിങ്ങൾ എല്ലാവരും വന്നെയാണ്? അതെ, എല്ലാവരും ഉണ്ട്. എത്രാമത്തെ തവണയാ വരുന്നത്? മല കയറുന്നത്? ഞാൻ 10-30 വർഷമായി. പുതുതലമുറ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓ അതെ, മാൻ്റെ കുട്ടിയാണ്. അവന് ചോറ് കൊടുക്കലുണ്ട് ഇവിടുന്നാണ്. അപ്പൊ പോട്ടെ ഞങ്ങള്. ഞങ്ങളെ മാതൃഭൂമിക്ക് ടാറ്റ പറ. ബൈ പറ. ബൈ. അതെ, മിടുക്കനാണ്. എന്തായാലും അത്തരത്തിൽ ഈ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ആദ്യം വരുന്നതിന്റെ ഒരു അങ്കലാപ്പും കാര്യങ്ങളും ഒന്നുമില്ല.
ഈ പറയുന്നത് പോലെ വലിയ സന്തോഷം ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും രാഹുലെ അത് കാണുന്നത് തന്നെ വലിയ സന്തോഷമാണ്. ഇനി മറ്റൊരാൾ കൂടിയുണ്ട് ഗുരുവായൂരിൽ നിന്നും, ലിഷോയ്ക്കൊപ്പമാണ്. ലിഷോയ്, ചോറുണ്ണാൻ ഒരുപാട് പേരുടെ തിരക്കുണ്ട്, അക്കൂട്ടത്തിലായിരിക്കും ആ കുരുന്നും എന്ന് തോന്നുന്നു. നല്ല ദൃശ്യമാണ് ഈ വിഷു ദിവസം. അതേ മോത്തി, തീർച്ചയായും. അതായത് ഗുരുവായൂരിൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ആ ഒരു കുഞ്ഞും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയും ഒക്കെ തന്നെ കോഴിക്കോട് നിന്നാണ് വന്നിട്ടുള്ളത്. എവിടുന്നാ? കോഴിക്കോട് നിന്ന് എവിടുന്നാ? കൊടുത്തായി. അപ്പോൾ ഇന്നലെ വന്നോ അവിടെ? ഇന്നലെ വന്ന് സ്റ്റേ. എന്തായിരുന്നു വിശേഷം? ചോറൂണായിരുന്നു. കഴിഞ്ഞോ ചോറ്? നന്നായി പോയി. ഇന്നിപ്പം വിഷു ദിനത്തിൽ തന്നെ ചോറിന് നൽകാനായിട്ട് എന്താ ഒരു? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സന്തോഷം. അപ്പം എല്ലാവരും ദർശനമൊക്കെ കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. നല്ല തിരക്കാണല്ലേ? നല്ല തിരക്കാണ്, ഉള്ളിൽ നല്ല തിരക്ക്. വിഷുവിന് മുമ്പ് വന്നിട്ടുണ്ടോ? അവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ഒരുപാട് വട്ടം വന്നു. അപ്പൊ ഇന്നിപ്പോ വിഷു ആഘോഷിക്കാൻ എങ്ങനെയാ? പ്രത്യേകിച്ചൊന്നുമില്ല, ചോറൂണും കാര്യങ്ങളും ഇവിടെ കുറച്ച് സ്പെൻഡ് ചെയ്യാം. ആള് നല്ല കരച്ചിൽ തുടങ്ങുന്നുണ്ട്. ഒരുപാട് നേരമായില്ലേ? അതെ. പിന്നെ ചൂടും ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ തന്നെയാണോ? ഇല്ല, ഞങ്ങൾ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ. ആദ്യമായിട്ടാണോ വിഷു? ഇല്ല, ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരാറുണ്ട്. എല്ലാ പ്രാവശ്യം വരാറുണ്ട്. ഉള്ള പേരെന്താ? ഉള്ള പേരെന്താ? അവന്തിക. അപ്പൊ ചേച്ചിയുടെ പേര്? മാതൃഭൂമിക്കന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എവിടെന്നാ വരുന്നത്? ഇരിങ്ങാലക്കുട. അപ്പൊ എല്ലാ പ്രാവശ്യവും വിഷുവിനൊക്കെ ഇങ്ങനെ വരാറുണ്ടോ? അതോ? എല്ലാ പ്രാവശ്യവും വിഷുവിന് വരാറുണ്ട്. നല്ല അനുഭവമാണ്, നല്ല തിരക്കും, മനസ്സിന് കുളിർമ കിട്ടുന്ന, മനസ്സിന് ഒത്തിരി പ്രഷറിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിത സാഹചര്യം അത്രയും തിരക്ക് പിടിച്ചതല്ലേ. ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം. വിഷു ദിനത്തിൽ ഇവിടെ വന്ന് നിൽക്കാന്ന് പറയുന്നത് വലിയൊരു സമാധാനമാണ്, വലിയ സന്തോഷമാണല്ലേ? തീർച്ചയായും. എന്തായാലും കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. മോത്തി, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ട പോലെ തന്നെ സാധാരണ